ഗുഡ് മോർണിംഗ്. പതിവ് പോലെ മക്കളെ ഞങ്ങൾ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കണം കേട്ടോ. അതിന് മുന്നേ ഒരു കളിക്കുന്ന ഇതാണ് കാണുന്നത്, ചേട്ടനും അനിയത്തിയും കൂടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മൂല്യൻസ് ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഇനി കുറേ സാധനങ്ങൾ കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി. കുറച്ച് പച്ചക്കറിയും വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ബിസ്ക്കറ്റ്, ചിപ്സ് അതൊക്കെയായി ഞങ്ങൾ പറക്കിയിട്ടു. അത് കഴിഞ്ഞ് ഈ മാസത്തെ പർച്ചേസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ ഇങ്ങോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. ഇച്ചായന് ഒരു ടീഷർട്ട് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ നടത്തിയൊരു ഫോട്ടോഷൂട്ടാണ്. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ മക്കളൊക്കെ കളിക്കാൻ ഇറങ്ങി. മണ്ണിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള മക്കൾ വേറെ എവിടെയും കാണില്ല. അത് കഴിഞ്ഞ് അവരുടെ കൂടെ കളിക്കണ നേരത്ത് ഞാൻ എന്ത് ചെയ്തു, അവിടെ കുറച്ച് വഴുതനങ്ങയും വെണ്ടയ്ക്കും നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് നനച്ചു കൊടുത്തിരുന്നില്ല 2-3 ദിവസം. അപ്പോൾ ഒന്ന് പോയി നോക്കിയപ്പോൾ ഒരു വെണ്ടയ്ക്ക ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ട് വെച്ചാൽ നമുക്കിങ്ങനെ വെണ്ടയ്ക്കായി ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അത് കഴിഞ്ഞ് ഞാൻ മോളെൻ്റെ അടുത്ത് ഒന്ന് എടുക്കാൻ പറഞ്ഞു, ചിരിങ്ങി. അപ്പോൾ ഞാൻ നേരെ അവളെ പൂവൊക്കെ വെച്ച് കൊടുത്ത് അവളെ എടുത്ത് പിടിച്ച് മണ്ണിൽ കളിച്ചിട്ട് മുഖത്ത് മുഴുവൻ മണ്ണുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാൻ പറ്റും ഇതിൽ. ഞാൻ കുറച്ച് ഫോട്ടോയും ഒന്ന് വീഡിയോ എടുത്തപ്പോൾ ആൾ ഹാപ്പിയായി. അത് കഴിഞ്ഞ് നേരെ ഞാൻ ചീര നനയ്ക്കാൻ പോയി. ബാക്കിൽ കുറച്ച് ചീരയുണ്ട്, അപ്പോൾ അതിനെ ഞാൻ നനച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പൂവ് സത്യത്തിൽ വെച്ചത് മറന്നുപോയി അതെടുക്കാനായിട്ട്. ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എടുത്ത് നോക്കുമ്പോൾ അതിൽ പൂവ് കാണണേ. അത് കഴിഞ്ഞ് അവളും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവരങ്ങോട്ട് മാറി കളിക്കുക, ചേച്ചിയും ചേട്ടനും. അവളെൻ്റെ കൂടെ നിന്നു. വേഗം തന്നെ അവരിട്ട ഡ്രസ്സൊക്കെ വേഗം ഞാൻ കഴുകിയെടുക്കാം. നിറച്ച് മണ്ണും ചെളിയായിരുന്നു. അത് പെട്ടെന്ന് കഴുകിയാൽ വേഗം പോകുമല്ലോ എന്ന് വെച്ച് വേഗം അതൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞു. അപ്പോഴേക്ക് ഇച്ചായൻ വന്ന് വിളിച്ചു, ഇതേ മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇച്ചായൻ ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നേരെ എനിക്ക് മാങ്ങ കൊണ്ടു തന്നു. അപ്പം ഞാനത് വേഗം, മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങ വട്ടമാങ്ങ, അപ്പോൾ വേഗം തന്നെ അത് പൊളിച്ച് ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ അവരത് പിടിച്ച് കുറച്ച് നേരം സമയം പോകുമല്ലോ, അങ്ങനെ അതും പിടിച്ച് നിന്നു. മാങ്ങയൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അവരെ കുളിപ്പിച്ച് അകത്തേക്ക് കയറ്റി. അത് കഴിഞ്ഞ് അവർ കളിച്ചുകൊണ്ടിരുന്ന ഫ്രണ്ടിൽ നിറച്ച് മണ്ണായിരുന്നു. മണ്ണെന്ന് പറഞ്ഞാൽ പോലെ ഇവിടെയൊക്കെ മണ്ണ്. ഒരു അരമണിക്കൂർ ഞങ്ങൾ കളിക്കുക എന്ന് പറയുന്ന നിർബന്ധമാണ് അവർക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് അടിച്ച് മണ്ണൊക്കെ നിലത്തേക്കിടാണ്. അവിടെ കളിപ്പാട്ടങ്ങൾ മൊത്തം വാരി ഉതറിയിട്ടുണ്ടാവും. അത് മുഴുവൻ ഞാനെടുത്ത് ഒതുക്കി പറക്കി വെക്കുക. വേസ്റ്റൊന്നുമില്ല അവിടെ, പക്ഷെ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു ഭംഗിയിലിട്ട് കൊടുക്കണമെന്നുള്ളൂ. വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിടണമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒതുക്കി പറക്കി കുറേ കളിപ്പാട്ടം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കളിപ്പാട്ടത്തിനെ കാണില്ല, ഒലിച്ചു പോയിട്ട്. അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുക. അവിടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണം വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.